ലോക ദൈവവിളിക്കായുള്ള പ്രാർത്ഥനാ ദിനമായ ഈ വരുന്ന ഏപ്രിൽ 26 ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്കിടെ 8 ഡീക്കന്മാർക്ക് ലയോ 14 പാപ്പ തിരുപ്പട്ടം നൽകും. നിരവധി കർദിനാൾമാരും മെത്രാപ്പോലീത്താമാരും മെത്രാന്മാരും വൈദികരും നവവൈദികരുടെ ബന്ധുക്കളും തിരുപ്പട്ട ശുശ്രൂഷകളിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള പൗരോഹിത്യ സമർപ്പിത വിളികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1964 പോൾ 6 മാർപ്പാപ്പ സ്ഥാപിച്ച ലോക ദൈവവിളിക്കായുള്ള പ്രാർത്ഥനാ ദിനത്തിലാണ് തിരുപ്പട്ട സ്വീകരണ ചടങ്ങ് നടക്കുന്നത് ശ്രദ്ധേയമാണ്. കുട്ടിക്കാലത്ത് വികൃതി കാട്ടിയതിന് പള്ളിയിൽ നിന്ന് വൈദികൻ പുറത്താക്കിയ ബാലൻ ലയോ 14 പാപ്പയുടെ കൈവെപ്പ് ശുശ്രൂഷ വഴി വൈദികനായി അഭിഷിക്തനാകും. നല്ല ഇടയന്റെ ഞായറാഴ്ച കൂടിയായ ഏപ്രിൽ 26 പാപ്പയുടെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ അന്നത്തെ വികൃതി ബാലനായ ഡീക്കൻ ക്രിസ്റ്റീൻ സ്ഗ്വാസിനോ വൈദികനായി അഭിഷിക്തനാകുന്നത്. സ്ഗ്വാസിനോയെ കൂടാതെ പ്രശസ്തനായ ഒരു പിയാനിസ്റ്റ്, മാനസാന്തരപ്പെട്ട മധ്യതൊഴിലാളി എന്നിങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിൽ നിന്നുള്ള മറ്റ് 7 പേർ കൂടെ റോം രൂപതയ്ക്ക് വേണ്ടി ലയോ പാപ്പയിൽ നിന്ന് അന്നേ ദിവസം വൈദിക പട്ടം സ്വീകരിക്കും. ദൈവത്തിന്റെ വിളി ഏത് മേഖലയിലുള്ളവരെയും ഏത് ദേശത്തുള്ളവരെയും ഏത് സമയത്തും തേടിയെത്താമെന്നതിന്റെ സാക്ഷ്യപത്രം കൂടിയാവുകയാണ് പാപ്പയിൽ നിന്ന് വൈദികപട്ടം സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുന്ന ഇവരുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങൾ. സാൻ ജിയോവാനി ഡെല്ലാക്രോസ് ഇടവകയിലായിരുന്നു ക്രിസ്റ്റീൻ സ്വാഗ്വാനിയയുടെ കുട്ടിക്കാലം. അന്ന് സ്ഥിരമായ കെട്ടിടമില്ലാത്തതിനാൽ ടെന്റുകളിലായിരുന്നു പരിശുദ്ധ കുർബാന നടന്നിരുന്നത്. ഞാനും കൂട്ടുകാരും അവിടെ വലിയ ബഹളമായിരുന്നു. ഒരു ദിവസം സഹവികാരി ഞങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഞങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് തമാശയായി പറയുകയും ചെയ്തു. ക്രിസ്റ്റീൻ പുഞ്ചിരിയോടെ ഓർക്കുന്നു. എന്നാൽ ആ ബഹളങ്ങൾക്കിടയിലും അൾത്താരെയും സക്രാരിയെയും നോക്കി നിൽക്കുന്നത് തനിക്ക് വലിയ സന്തോഷമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. 24 വയസ്സിൽ ലോകപ്രശസ്തനായ പിയാനിസ്റ്റായി മാറിയ ഡാനിയേൽ റിസിക്കയാണ് പാപ്പയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിക്കുന്ന മറ്റൊരു വ്യക്തി. തന്റെ സംഗീത ജീവിതത്തേക്കാൾ വലിയൊരു വിളി ദൈവം നൽകുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം സെമിനാരിയിൽ ചേർന്നത്. 35-കാരനായ ഗൂഗ്ലിയാൻമോ ലപ്പെണ്ണ ഒരു മദ്യനിർമ്മാണശാലയിലെ ജോലി ഉപേക്ഷിച്ചാണ് വൈദികനാകാൻ തീരുമാനിച്ചത്. 2016 ലോക യുവജന ദിനമാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിയത്. കാമറൂണിലെ ഒരു പ്രൊട്ടസ്റ്റന്റ് കുടുംബത്തിൽ ജനിച്ച ജോസ് ഇമാനുവൽ സെബറ്റയാണ് അടുത്തയാൾ. കത്തോലിക്ക സ്കൂളിൽ പഠിക്കുമ്പോഴാണ് വിശ്വാസത്തെക്കുറിച്ച് അറിഞ്ഞതും പിന്നീട് സെമിനാരിയിൽ ചേർന്നതും. ഇന്ന് അദ്ദേഹം ആംഗ്യഭാഷ പഠിച്ച് ഭിന്നശേഷിക്കാർക്കായി സേവനം ചെയ്യുന്നു. അന്റോണിനോ ഓർഡിൻ എന്ന 27-കാരൻ ഡോക്ടറാകാനാണ് ആഗ്രഹിച്ചിരുന്നത്. ലാറ്റിൻ അമേരിക്കയിലും ഇന്ത്യയിലും മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത അദ്ദേഹം നിയോ കാറ്റക്കുമെൻ വേ എന്ന ക്രൈസ്തവ കൂട്ടായ്മയിലൂടെയാണ് ദൈവവിളി തിരിച്ചറിഞ്ഞത്. കൊളംബിയയിൽ നിന്നുള്ള യോർദാൻ കമിലോ മദീന, ലണ്ടനിൽ വളർന്ന ജിയോവാനി ഇമാനുവൽ ന്യൂൻസിയാന്റെ മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ജോർജിയോ ലാറോസ എന്നിവരും ഈ ഞായറാഴ്ച പാപ്പയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.